ഹലോ എവരി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ സീസ് ഓൺ ലേണിംഗ്. സോ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എക്കണോമിക്സിലെ ഒരു മൊഡ്യൂളാണ്. ഓക്കെ, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാമ്പത്തിക ശാസ്ത്രം. ഓക്കെ, സമ്പത്തിനെ കുറിച്ചുള്ള ഒരു പഠനമാണ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത്, ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്ത് ആണ്. ഓക്കെ, സോ നമുക്ക് എന്താണ് എക്കണോമിക്സ് എന്ന് നോക്കാം. എക്കണോമിക്സ് ഈസ് ഓൾ അബൌട്ട് മേക്കിംഗ് ചോയ്സസ് വെൻ ദ റിസോഴ്സസ് ആർ ലിമിറ്റഡ്. നമുക്കറിയാം, നമ്മുടെ ഒരു സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് സ്കേഴ്സിറ്റിയാണ്, അതായത് വിഭവ ദൗർലഭ്യം. ഓക്കെ, നമ്മുടെ സമ്പദ് വ്യവസ്ഥയിൽ ആ സ്കേഴ്സ് ആയിട്ടുള്ള റിസോഴ്സസ് നമ്മൾ എങ്ങനെ പ്രോപ്പർലി അലോക്കേറ്റ് ചെയ്യും എന്നതാണ് നമ്മുടെ സമ്പദ് വ്യവസ്ഥയിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറയുന്നത്. So it helps people, businesses and government decide what to do with their money, time and efforts. ഗവൺമെൻറ്റിനെ, അതുപോലെ ഹൗസ് ഹോൾഡ്സ്, ഫേംസ് അല്ലെങ്കിൽ ബിസിനസ്, ഇവരൊക്കെ ഇത്തരത്തിലുള്ള ഡിസിഷൻസ് എടുക്കുന്നതിന് എക്കണോമിക്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾ പറഞ്ഞു, ഇറ്റ് ഇസ് ദ സ്റ്റഡി ഓഫ് സ്കേഴ്സിറ്റി ആൻഡ് സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ യൂസ് റിസോഴ്സസ് ആൻഡ് റെസ്പോണ്ട് ടു ഇൻസെൻറ്റീവ്സ്. ആൻഡ് എക്കണോമിക്സ് ഇസ് ആൾസോ ദ സ്റ്റഡി ഓഫ് ഡിസിഷൻ മേക്കിംഗ്. ഇത്തരത്തിൽ ഗവൺമെൻറ്റുകൾ, ഫേംസ്, ബിസിനസ്, ഹൗസ് ഹോൾഡ്സ് അവരൊക്കെ അവരുടെ ഡിസിഷൻസ് എടുക്കുന്നതിന് ഒക്കെ എക്കണോമിക്സ് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത്, എക്കണോമിക്സിനെ തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൈക്രോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ മൈക്രോ എക്കണോമിക്സ് എന്ന് പറയാം. ആൻഡ് ഒരു മൊത്തത്തിലുള്ള സമ്പദ് വ്യവസ്ഥയുടെ ഒരു അൺഎംപ്ലോയ്മെൻറ്റ് റേറ്റ്, എക്കണോമിക് ഇൻകം, GDP, ഇത്തരത്തിൽ മാക്രോ ലെവലായിട്ടുള്ള ഒരു എക്കണോമിനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനമാണ് മാക്രോ എക്കണോമിക്സ്. ആൻഡ് ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനമാണ് മൈക്രോ എക്കണോമിക്സ്. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, മൈക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് വേരിയസ് ഇഷ്യൂസ് ലൈക്ക് ഡിമാൻഡ്, സപ്ലൈ, ഫാക്ടർ പ്രൈസിങ്, പ്രൊഡക്റ്റ് പ്രൈസിങ്, എക്കണോമിക് വെൽഫെയർ, പ്രൊഡക്ഷൻ, കൺസംഷൻസ്. ഇത്തരത്തിൽ ആ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ അഫക്റ്റ് ചെയ്യുന്ന, ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ആണെങ്കിൽ അതിൻ്റെ ഡിമാൻഡ്, സപ്ലൈ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്നത് മൈക്രോ എക്കണോമിക്സിലാണ്. ആ ഒരു സിംഗിൾ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളാണ് അവിടെ വരുന്നത്. പക്ഷേ മാക്രോ എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ എന്താണ്? മാക്രോ എക്കണോമിക്സ് ഡീൽസ് വിത്ത് വേരിയസ് ഇഷ്യൂസ് ലൈക്ക് നാഷണൽ ഇൻകം, ഡിസ്ട്രിബ്യൂഷൻ, അൺഎംപ്ലോയ്മെൻറ്റ്, ജനറൽ പ്രൈസ് ലെവൽ. ഒരു GDP ഗ്രോത്ത് റേറ്റ്, നാഷണൽ ഇൻകം എന്നൊക്കെ പറയുന്നത് ഒരു സിംഗിൾ യൂണിറ്റിനെ ബേസ് ചെയ്തിട്ടല്ല വരുന്നത്. ആ ഒരു ഓവറോൾ എക്കണോമീനെ മൊത്തത്തിൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു മാക്രോ, ഒരു അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മാക്രോ എക്കണോമിക്സ് എന്നാണ് പറയുക. നെക്സ്റ്റ് നമുക്കറിയാം, മാക്രോ എക്കണോമിക്സിൻ്റെ ഫാദർ എന്ന് പറയുന്നത് JM കെയ്ൻസ് ആണ്. JM കെയ്ൻസ് ആണ് ഫാദർ ഓഫ് മാക്രോ എക്കണോമിക്സ്. ആൻഡ് ഫാദർ ഓഫ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് ആൽഫ്രഡ് മാർഷലാണ്. ഓക്കെ, ആൻഡ് ഫാദർ ഓഫ് എക്കണോമിക്സ് ആരായിരുന്നു? ആഡം സ്മിത്ത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് പോസിറ്റീവ് എക്കണോമിക്സ്, അതുപോലെ എന്താണ് നോർമാറ്റീവ് എക്കണോമിക്സ് നോക്കാം. മൈക്രോ എന്താണ്, മാക്രോ എന്താണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെയാണ് പോസിറ്റീവ് ആൻഡ് നോർമാറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ആ ഒരു എക്കണോമിക്സിൽ അതിൻ്റെ ഒരു ഫാക്റ്റിനെ കുറിച്ചുള്ള പഠനമാണ് പോസിറ്റീവ് എക്കണോമിക്സ്. പോസിറ്റീവ് എക്കണോമിക്സ് ഈസ് എ ഫാക്ട് ബേസ്ഡ് ഓൺ യൂസസ്, ഒബ്ജക്റ്റീവ്സ്, വേർഡ്സ് ആൻഡ് അൺബയാസ്ഡ് വ്യൂ പോയിൻറ്റ് ടു പ്രസൻറ്റ് എ പോസിറ്റീവ് എക്കണോമിക് ട്രീറ്റ്മെൻറ്റ്. അതായത് എക്കണോമിക്സിലുള്ള ഒരു ഫാക്റ്റ്, ഇൻഫ്ലേഷൻ 2% കൂടി, അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ 2% കൂടി, അൺഎംപ്ലോയ്മെൻറ്റ് 1% കുറയും എന്നൊക്കെ പറയുമ്പോൾ അതൊരു ഫാക്റ്റാണ്. ഓക്കെ, നമ്മുടെ അഭിപ്രായങ്ങൾ, നമ്മുടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും, അത് പറയുന്നതാണ് നോർമാറ്റീവ് എക്കണോമിക്സ്. അത് ആളുകളനുസരിച്ച് അവരുടെ വ്യൂ പോയിൻ്റ് മാറിക്കൊണ്ടിരിക്കും. അതാണ് നോർമാറ്റീവ് എക്കണോമിക്സ്. നോർമാറ്റീവ് എക്കണോമിക്സ് ഈസ് ബേസ്ഡ് ഓൺ ഒപ്പീനിയൻസ് ആൻഡ് തിയറീസ് ആൻഡ് യൂസസ് ഓഫ് സബ്ജക്റ്റീവ് വേർഡ്സ് ടു ഫോം എ നോർമാറ്റീവ് എക്കണോമിക് സ്റ്റേറ്റ്മെൻറ്റ്സ്. അവിടെ നമ്മൾ സബ്ജക്റ്റീവ് ആയിട്ടുള്ള വേർഡ്സാണ് ഉപയോഗിക്കുക. അതായത് ഓരോരുത്തരുടെയും കാഴ്ചപ്പാട്, ചിന്താഗതി അനുസരിച്ച് അവരുടെ ഒപ്പീനിയൻസിൽ ഡിഫറൻസ് ഉണ്ടാവും. അതാണ് പോസിറ്റീവ് എക്കണോമിക്സും നോർമാറ്റീവ് എക്കണോമിക്സും. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുന്നത് കൂടുതലും നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് പുറമെ ആ ഒരു ഫാക്റ്റായിരിക്കും. അതായത് നമ്മൾ 2% അൺഎംപ്ലോയ്മെൻറ്റ് കുറയണമെങ്കിൽ 1% ഇൻഫ്ലേഷൻ കൂടണം, അങ്ങനെ എന്തെങ്കിലും ഫാക്റ്റുകളെ കുറിച്ചുള്ള പഠനം. മറ്റത് നമ്മുടെ അഭിപ്രായമാണ്, ഗവൺമെൻറ് ഇത്തരത്തിലൊരു ഇൻസെൻറ്റീവ് തുടങ്ങിയാൽ അൺഎംപ്ലോയ്മെൻറ്റ് കുറയും. ഓക്കെ, അതൊരു നോർമാറ്റീവാണ്. നെക്സ്റ്റ് നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് എക്കണോമീസ് ആണ്, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സമ്പദ് വ്യവസ്ഥ എന്ന് പറയും. ഓക്കെ, മെയിനായിട്ട് 3 ടൈപ്സ് ആണുള്ളത്. മാർക്കറ്റ് എക്കണോമി ഉണ്ട്, കമാൻഡ് ഓർ സോഷ്യലിസ്റ്റ് എക്കണോമി ഉണ്ട്, ആൻഡ് ഫൈനലി മിക്സ്ഡ് എക്കണോമി ഉണ്ട്.
ഓക്കെ, മാർക്കറ്റ് എക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ അത് ഓൺ ചെയ്യുന്നത് പ്രൈവറ്റ് പാർട്ടീസ് ആയിരിക്കും. അവിടെ നമ്മൾ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മളത് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത് പ്രൈവറ്റ് സെക്ടറാണ്. അങ്ങനെയാണെങ്കിൽ അതിനെ മാർക്കറ്റ് എക്കണോമി അല്ലെങ്കിൽ കമ്പോള എക്കണോമി എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, അവിടെ നമുക്കൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനുള്ള ഒരു ഫ്രീഡം മാർക്കറ്റ് എക്കണോമിയിലുണ്ട്. ആൻഡ് ഗവൺമെൻറ് റെസ്ട്രിക്ഷൻസ് ഒന്നും മാർക്കറ്റ് എക്കണോമിയിൽ ഉണ്ടാകുന്നില്ല. നമ്മൾ ഡിമാൻഡ് എന്താണ്, സപ്ലൈ എന്നൊക്കെ തീരുമാനിക്കുന്നത് ഒരു പ്രൈവറ്റ് സെക്ടർ ആണെങ്കിൽ അതിനെ മാർക്കറ്റ് എക്കണോമി എന്ന് പറയും. ആൻഡ് അടുത്തതാണ് കമാൻഡ് എക്കണോമി. കമാൻഡ് എക്കണോമി നമ്മൾ മറ്റു പറയുന്ന പേരാണ് സോഷ്യലിസ്റ്റ് എക്കണോമി. അവിടെ ഗവൺമെൻറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കൂടുതൽ വരുന്ന ഒരു എക്കണോമിയാണ്. ഇറ്റ് ഈസ് ഓൺഡ് ബൈ ദി ഗവൺമെൻറ് ആണത് ഓൺ ചെയ്യുന്നത്. ആൻഡ് ഗവൺമെൻറ് റെഗുലേഷൻസ് ഉണ്ട്. നമ്മൾ എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നൊക്കെ തീരുമാനിക്കുന്നതിൽ ഗവൺമെൻറ്റിന് കൂടുതൽ റോൾ ഉണ്ടെങ്കിൽ അതിനെ സോഷ്യലിസ്റ്റ് എക്കണോമി അല്ലെങ്കിൽ കമാൻഡ് എക്കണോമി എന്നൊക്കെ പറയുന്നുണ്ട്. ആൻഡ് മിക്സ്ഡ് എക്കണോമി എന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റ് എക്കണോമീൻ്റെയും കമാൻഡ് എക്കണോമീൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു ടൈപ്പ് ഓഫ് എക്കണോമിയാണ് മിക്സ്ഡ് എക്കണോമി എന്ന് പറയുമ്പോൾ അവിടെ തരത്തിൽ എന്ത് പ്രൊഡ്യൂസ് ചെയ്യണം, ആർക്ക് വേണ്ടി, എങ്ങനെ എന്നൊക്കെ തീരുമാനിക്കുന്നത് ബോത്ത് ദി പ്രൈവറ്റ് പാർട്ടീസ് ആൻഡ് ഗവൺമെൻറ്റും പ്രൈവറ്റ് പാർട്ടീസും കൂടി മാർക്കറ്റും കൂടി ചേർന്നിട്ടാണ് തീരുമാനിക്കുന്നതെങ്കിൽ അത്തരത്തിലുള്ള ഒരു എക്കണോമിയാണ് മിക്സ്ഡ് എക്കണോമി. ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്ന നമ്മുടെ ഇന്ത്യ രാജ്യം സെലക്ട് ചെയ്തിരിക്കുന്ന തരത്തിലുള്ള മിക്സ്ഡ് എക്കണോമിയാണ്. ഗവൺമെൻറ് ആൻഡ് പ്രൈവറ്റ് മാർക്കറ്റ് എക്കണോമി രണ്ടും കൂടി തീരുമാനിച്ച തരത്തിലുള്ള ഡിസിഷൻസ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയാണ് മിക്സ്ഡ് എക്കണോമിക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്താണ് എക്കണോമിക്സ് എന്ന് ആദ്യം പറയേണ്ടായി. ആൻഡ് ഫാദർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത് ആഡം സ്മിത്താണ്. ഓക്കെ, ആഡം സ്മിത്താണ് ഫാദർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സ് നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു, മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. മൈക്രോ എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ എക്കണോമിക്സിലെ ആ ഒരു ഇൻഡിവിജ്വൽ യൂണിറ്റിനെ കുറിച്ചുള്ള പഠനം, അതിനെയാണ് മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. ആൻഡ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ അഗ്രിഗേറ്റ് ആയിട്ടുള്ള ഒരു സമ്പദ് വ്യവസ്ഥനെ മൊത്തത്തിൽ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളെയാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിന് എക്സാമ്പിളാണ് പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ. ഓക്കെ, ഇൻഫ്ലേഷൻ, GDP ഗ്രോത്ത് റേറ്റ്, ഇൻട്രസ്റ്റ് റേറ്റ്, അൺഎംപ്ലോയ്മെൻറ്റ്, ഇതൊക്കെ ആ ഒരു എക്കണോമിനെ മൊത്തത്തിൽ ബാധിക്കുന്ന മാക്രോ എക്കണോമിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. ദെൻ നമ്മൾ എക്കണോമിക്സിന് അഗെയിൻ നോർമാറ്റീവ് എക്കണോമിക്സും പോസിറ്റീവ് എക്കണോമിക്സും പറഞ്ഞു. പോസിറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ സമ്പദ് വ്യവസ്ഥയിലുള്ള ഫാക്റ്റുകളെ കുറിച്ചുള്ള പഠനം. അവിടെ ആ ഒരു വസ്തുതകളാണ്. ഓക്കെ, അതായത് ഇൻഫ്ലേഷൻ 10% വർദ്ധിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അതൊരു ഫാക്റ്റാണ്. ദെൻ നോർമേറ്റീവ് എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു അഭിപ്രായവും നമ്മുടെ വ്യക്തിഗതമായിട്ടുള്ള ഒരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് നോർമേറ്റീവ് എക്കണോമിക്സിൽ കൂടുതലായിട്ടും വരുന്നത്. ഓക്കെ, നമ്മളൊരു അഭിപ്രായം പറയുകയാണ്, ഗവൺമെൻറ്റിൻ്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പണപ്പെരുപ്പം കുറക്കാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുകയാണെങ്കിൽ അതൊരു നോർമേറ്റീവ് എക്കണോമിക്സാണ്. അതാണ് നമ്മൾ പിന്നീട് പറഞ്ഞത്. ദെൻ 3 ടൈപ്സ് ഓഫ് എക്കണോമീസുകൾ പറഞ്ഞു: സോഷ്യലിസ്റ്റ് എക്കണോമി, മിക്സ്ഡ് എക്കണോമി ആൻഡ് മാർക്കറ്റ് എക്കണോമി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ നമ്മൾ കൊമേഴ്സിൻ്റെ കൂടുതൽ ലെസൺസ് വരുന്ന വീഡിയോകളിലായിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, താങ്ക് യു.